നടൻ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുകയാണെന്ന് നിരവധി പേർ വിമർശിച്ചു. നഗ്നതാ പ്രദർശനത്തിനൊപ്പം താരം ആളുകളെ അസഭ്യം പറഞ്ഞെന്നും ആരോപണമുണ്ട്. വിനായകന്റെ സ്വന്തം ഫ്ളാറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിതെന്നാണ് വിവരം. 2025 കൊലത്തൂക്ക് നടന്നിരിക്കുകയാണ്. എന്താണ് നിന്നെ വിളിച്ചാ കേക്കാത്തെ? എന്താണോ തന്നെ വിളിച്ച വിളിയാക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. സ്വന്തം ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നാണ് വിനായകന്റെ 2025 ആദ്യ കൊലത്തൂക്ക് നടന്നിരിക്കുന്നത്. എന്തൊരു പൊളിച്ചതറിയാടോ. പനിനീരിട്ട് ചെവി കഴുകണം. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങേരെ അങ്ങനെ തന്നെയാ. കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. വെറുതെ അതും പറഞ്ഞ് എത്തി നോക്കി കടി കൊള്ളാൻ പോവണ്ട എന്റെ കുട്ടികളെ. ഞാൻ പറയുമ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോ 100% ദുരന്തമാണ് ഇയാളുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നിയിട്ടുള്ളത്. സത്യമാ സൊല്റേ സാറേ, ഞാൻ ഇത് സുമ്മാ ഹോബിക്കാക പണല്ല, 100% പ്രൊഫഷണൽ. ഇയാളുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു തരം ഈഗോ കിടക്കുന്നുണ്ട്. ഇയാൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ദളിത്, നിറം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാ, അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. കഷ്ടം. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നടൻ, പ്രൊഫഷണൽ കരിയർ അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു നടൻ. മകനെ പാപ്പച്ച, എന്തോ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. ദ ബിഹേവിയർ വാട്ട് ഹി ഷോസ് ഔട്ട്സൈഡ് ടു അതേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇയാളെന്താണ് ഇങ്ങനെ ചെയ്യുന്നേ. ഈ ദിവ്യദർശനം നടത്തിയ സമയത്ത് ഏതോ ഒരു ഭക്തൻ തന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ പ്രചരിപ്പിച്ച ഫോട്ടോ വിനായകൻ തന്നെ തന്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. തന്നേക്കാൾ വലിയ ചറ്റ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഇല്ല. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. ഓക്കെ, ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പബ്ലിക് ആയിട്ട് വന്നിട്ട് ഇയാളുടെ വീട്ടിലാണെങ്കിൽ പോലും ബാൽക്കണിയിൽ വന്ന് പബ്ലിക്കിനോട് പൂര തെറിവിളി, തെറിവിളി മാത്രമല്ല തുറന്നു കാണിക്കുന്ന പല വിധത്തിലുള്ള പരിപാടിയാണ്. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഇല്ല എന്ന് അടിവരയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള വെടലത്തരമാണ് വിനായകൻ കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഇങ്ങേര് സ്വയം നാറാൻ വേണ്ടി നടക്കുകയാണ്. സത്യം പറഞ്ഞാല് എന്താണെങ്കിലും നല്ലൊരു നടൻ ഇങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുണ്ടാകുന്ന കാര്യമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്?